ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് ചോറിന്റെയും കഞ്ഞീന്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു മുളക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഞൊടിയിടിയിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത്. അപ്പൊ അതിനായിട്ട് ഇത് ഞാനിവിടെ കൈവിരൽ എണ്ണത്തിൽ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഇവിടെ പിള്ളേരൊഴികെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മുളക് ഇതേപോലെ നെടുക ഇങ്ങനെ കീറിയെടുക്കണം. ഇതിലൊട്ടും ജലാംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി വന്നിരിക്കുന്ന മുളകും കൂടെ നമുക്ക് അതിന് നെടുകെ കീറിയെടുക്കാം കേട്ടോ. ഞാനിവിടെ മുളകിൻ്റെ അരി കുറച്ച് കളയുന്നുണ്ട്. എരിവ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. എരിവിനി അങ്ങനെ തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഓയിലോ ഒഴിക്കാവുന്നതാണ്. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് മാത്രം ചെറുജീരകം ഇട്ട് കൊടുക്കാവേ. ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഹൈ ലെവലിൽ ഇട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം മുളക് ഏകദേശം ഒരു വാട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി ഒന്ന് കടിച്ചൊക്കെ ഇരിക്കുന്ന പരുവത്തിലാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം മുളക് നന്നായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് മുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഫീഷ്യൽ അല്ല. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരാണെങ്കിലും മതി കേട്ടോ. ഞാനിവിടെ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീരാണെങ്കിലും പുളീൻ്റെ വെള്ളമാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതേ സമയം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ എരിവും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കണം. എങ്കിലാണ് ആ മുളക് വറുത്തത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ മുളക് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ ഒക്കെ കൂടി നല്ല തൈര് ഒഴിച്ച കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. സ്നാക്സ് ഐറ്റംസിൻ്റെ കൂടെ എരിവ് വേണമെന്ന് തോന്നിയാൽ ഇത് കഴിക്കാവുന്നതാണ്. അതേപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ സൈഡായിട്ട് വെക്കാം കേട്ടോ. എന്ന് വെച്ച് ഒരുപാടൊന്നും കഴിച്ച് വയറാരും ചെയ്തേ ആകരുത് കേട്ടോ. മുളകല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇമ്മണി പൊളിക്കുന്നാണെങ്കിൽ അപ്പം വേറെ ഒന്നും നോക്കണ്ട, അപ്പം തന്നെ ലൈക്ക് അടിച്ചു വിട്ടു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.